ലഹരി കൃത്യമായി യൂസ് ചെയ്യുന്ന ഒരാൾ എന്നോട് സമ്മതിച്ച എൻ്റെ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. കഞ്ചാവ് അടക്കം അടങ്ങുന്ന മാരക ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ. സഫയുടെ മൊഴി പ്രകാരം ഡബിൾ പേഴ്സണാലിറ്റി, അതായത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പെടുന്നതിനെ നമ്മളെ ഷെമ്മിയായി പോകുന്ന ഒരവസ്ഥ. അത് ബ്രൂട്ടലിയാണ്, ഭയങ്കരമായ അറ്റാക്ക് ചെയ്യുകയാണ്. ജംഷാദ് പോലീസിന് കൊടുത്തൊരു മൊഴിയുണ്ട്. ആ മൊഴിയിൽ അന്ന് രാത്രി റിഫ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ വലിയ എവിഡൻസ് എന്താ? അന്ന് രാത്രി റിഫയെ അതിക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയൊരു റിപ്പോർട്ട് പ്രകാരം റിഫയുടെ വയറിലേക്ക് ഇവൻ ആഞ്ഞ് ചവിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അയാളെ കുട്ടിക്കാലത്ത് അയാൾ 2 ബുള്ളറ്റ് മറച്ച് വിറ്റ, ബുള്ളറ്റ് കട്ടെടുത്ത് വിറ്റ ആളാണ് ഈ മാനാസ്. 2 ബുള്ളറ്റ് അവൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ മതി. എന്നാൽ ഇവന് തിന്നാൻ കൊടുത്ത്, ഇവനെയും നോക്കി, ഇവന് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് പണി കഴിഞ്ഞ് രാത്രിയിൽ റൂമിലെത്തിയതിനു ശേഷം ഇമാതിരി ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഏത് പെണ്ണാ തകർന്നു പോകാത്തത്? ഈ മാനാസ് എന്തായിരുന്നു ദുബായിൽ ചെയ്തിരുന്ന ജോലി? ഏതൊരു ഷോപ്പിൽ നിന്നു, പിന്നീട് അവിടെ നിന്ന് പുറത്തായി. ഭയങ്കര പ്രശ്നമാക്കലാവൻ. പിന്നെ അമിതമായി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അവരെപ്പോഴും നെഗറ്റീവ് ചിന്തയായിരിക്കും. അവരെല്ലാവരും സംശയിക്കും. അത്ര പുണ്യവാളനാണോ? സഫായുടെ സംസാരം അനുസരിച്ചിട്ട് ഭയങ്കര ടോക്സിക്കാണ്. ഒരാണിനോട് മിണ്ടിക്കഴിഞ്ഞാൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന മാനാസ് ജംഷാദ് തോണ്ടി എന്ന് പറഞ്ഞിട്ടും എന്തിനെ നിശബ്ദനായി നിന്നു. ഉമ്മ പറയുന്നു, മോളെ നിനക്കെൻ്റെ മോളെ അവസ്ഥ വരും. ആ അവസ്ഥ വരുന്ന സമയത്ത് നീ എൻ്റെ വീട്ടിലേക്ക് വരും. അത് അധികമൊന്നും ഉണ്ടാവില്ല, നിനക്കത് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഉമ്മയുടെ വാക്കാണ് ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇത് സഫക്ക് പോലും നിഷേധിക്കാനാവില്ല ഈ വാക്ക്. ഉമ്മ അന്ന് എന്നെ വിളിച്ച് പറഞ്ഞതാ, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 4 വർഷമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇത് എന്ത് പോലീസ് സിസ്റ്റമാണ്? 4 വർഷമായിട്ടൊരു കേസിലെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പേര് ദോഷം ഉണ്ടാക്കുന്ന കേസാണ്. താങ്കളെ കുറച്ചായി സോഷ്യൽ മീഡിയ വളരെ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും താങ്കൾ തുറന്നു കാട്ടുന്നുണ്ട് താങ്കളുടെ ചാനലിലൂടെ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ റിഫയുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അതിൽ റിഫയുടെ മരണം തൊട്ട് ഇങ്ങോളം വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് താങ്കൾ. അതിലിപ്പോൾ റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് റിഫയ്ക്ക് നീതി കിട്ടി എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണോ ഉള്ളത്? ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് നീതി എന്ന് പറയുന്നത് ഒരു കോമഡിയാണ്. ജുഡീഷ്യൽ സിസ്റ്റം പൊതുവികാരത്തിന് മുകളിൽ നിയമത്തെ കൊണ്ടുവരുന്ന ഒരു കാഴ്ച കാണാൻ പറ്റാറുണ്ട്. അതായത് നിയമത്തെക്കാൾ മുകളിലാണ് നീതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും നീതിയെ തടയുന്ന നിയമം ഈ രാജ്യത്ത് വലിയ രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നീതി നടപ്പിലാക്കേണ്ട സംവിധാനങ്ങളാണ് ജുഡീഷ്യൽ സിസ്റ്റം. ആ ജുഡീഷ്യറി സംവിധാനങ്ങൾ നമ്മളോട് ചെയ്യുന്നത് വലിയ അനീതിയാണെന്നുള്ളത് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചിട്ട് ഇത്തരം കേസുകളിൽ പോലീസ് ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് പ്രധാനമായിട്ട് നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ എത്തിക്കേണ്ടത് പോലീസാണ്. പോലീസിന് എത്രത്തോളം ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് കോടതിയിൽ എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പൊതുവെ ഇത്തരം കേസുകളുടെ ഒരു നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൈമറി ഘട്ടത്തിൽ തന്നെ, ഇതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പോലീസ് നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റിൽ 0, ഇതുവരെ കുറ്റപത്രം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ കുടുംബം ഇപ്പോൾ വലിയ രീതിയിൽ ആ തുടക്കം തൊട്ട് രംഗത്ത് വന്നതാണ്. കുടുംബവും ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കളോട് സംസാരിച്ചിട്ടുള്ളത്? അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിഫയുടെ കുടുംബമല്ലേ. റിഫയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു വലിയ നഷ്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇന്നലെ ഞാനൊരു ഇൻ്റർവ്യൂ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അവരുമായിട്ടൊരു അഭിമുഖം എടുക്കാറില്ല. എന്നോട് ഉപ്പയും ഉമ്മയും പറയും, എന്തെങ്കിലും പറയണം മോനെ, ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നീ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണമെന്ന് പറയും. എനിക്ക് ആ വീഡിയോ ഇട്ടാൽ റീച്ച് കിട്ടും, ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് റവന്യൂ കിട്ടും. പക്ഷെ ഞാൻ അവരോട് പറയാറ്, വേണ്ട ഉമ്മ, വേണ്ടപ്പ, നമുക്കിപ്പോൾ എന്ത് വേണ്ട, ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യണ്ട, എന്തിനാ വെറുതെ. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടും, നിങ്ങൾ ആരെങ്കിലും അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വന്നിട്ട് ഹറാസ് ചെയ്യും, എനിക്കതിൽ നിങ്ങളുടെ അതേ അവസ്ഥ ഞാനും ഉപയോഗിക്കും. നിങ്ങളെ പറയുമ്പോൾ എനിക്ക് വേദനയാവുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2022 ശേഷം ഈ 4 വർഷത്തിൽ നിങ്ങൾ റിഫ കേസ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേവലം 1-2 വീഡിയോകളോ ഞാൻ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ 5 വീഡിയോസ്. ഇതിനപ്പുറം ചെയ്തിട്ടില്ല. എനിക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇവരുടെ ഫാമിലി അറ്റാക്ക് ചെയ്യുന്നു. എനിക്കാണെങ്കിൽ ആ ഫാമിലിയായിട്ട് ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷനാണ്. കാരണം ഈ പറയുന്ന കുട്ടി
ഞാനായിട്ട് ഭയങ്കര സഹകരിക്കുന്നതാണ്. ഫോട്ടോകൾ കാണാറുണ്ട് താങ്കളപ്പോൾ. അപ്പൊ ഈ കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഇപ്പൊ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അസാനുമാണ്. എങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം, നിങ്ങൾക്ക് ഞാൻ തരാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുന്ന വണ്ടി കാത്ത് വീട്ടിൽ നിന്നൊരു 100 മീറ്റർ അകലെ വന്നവൻ നിൽക്കും, ഞാൻ വരുന്നതും കാത്ത്. ഞാൻ വരുമ്പോൾ അവൻ ഭയങ്കര ഉമ്മീനോട് സംസാരിക്കും, അതായത് റിഫയുടെ ഉമ്മേനോട് കാതിച്ചാന്നാണ് വിളിക്കുന്നത്. കാതിച്ച വരുന്നുണ്ടാ? ആ എന്നാ ഞാൻ ഭയങ്കര സന്തോഷവാനാണെന്നുള്ളൊരു ടോപ്പിക് ഉമ്മയോട് അവൻ പറയുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളൊരു ഫാമിലിയാണ്. ഞാൻ അപൂർവം ചില ഫാമിലിയായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുടുംബം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് 4 കൊല്ലം താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, DYSP ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുക. 4 വർഷമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും കാണേണ്ട ഒരു കാര്യമാണ്. 4 വർഷമായിട്ട് ആത്മഹത്യ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കം ചുമത്തിയിട്ടുള്ളൊരു കേസിൽ പ്രതി ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. അങ്ങനെ ഒരു കേസിൽ 90 ദിവസത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, 180 ദിവസത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, 6 മാസത്തിൽ സമർപ്പിച്ചിട്ടില്ല, 4 വർഷമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇത് എന്ത് പോലീസ് സിസ്റ്റമാണ്? 4 വർഷമായിട്ടൊരു കേസിലെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പേര് ദോഷം ഉണ്ടാക്കുന്ന കേസാണ്. ആദ്യഘട്ടത്തിൽ ആ സെൻസേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് പോലീസ് വലിയ ഇടപെടൽ നടത്തിയ കേസ്. പക്ഷെ ഇപ്പൊ സ്റ്റിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഈ പറയുന്ന റിഫയുടെ ഉപ്പ ഉണ്ടല്ലോ, താമരശ്ശേരി DYSPയുടെ ഓഫീസ് എന്ന് പറയുന്നത് റിഫയുടെ ഉപ്പയുടെ 2ാമത്തെ വീടാണ്. എന്ത് സിസ്റ്റമാണിത്? എന്ത് തോന്നിവാസാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? 4 വർഷമായിട്ട് ഒരു കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. എന്നിട്ട് പോലീസ് പറയാണ് ദുബായിൽ പോകാതെ ഞങ്ങൾ കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്ന്. ഇതെന്ത് തോന്നിവാസ? മഹസറ ചെയ്യാതെ, സംഭവ സ്ഥലം മഹസറ ചെയ്യാതെ നിങ്ങൾ എങ്ങനെയാ ഒരു കുറ്റപത്രം സമർപ്പിക്കുക? വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പൊ ദുബായിൽ പോകണം റിൻസി, ദുബായിലേക്ക് ഈ പറയുന്ന കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് പോയിട്ടില്ല. റിഫയുടെ വക്കീല് മാത്രമാണ് ദുബായ് പോയിട്ടുള്ളത്. വക്കീൽ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നതൊക്കെ നടുക്കുന്ന കാര്യമാണ്. ഈ റൂം വക്കീല് കണ്ടതാ. വക്കീല് പറയുന്നത് ആ റൂമില് ഹുക്സ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ദുബായിൽ ജീവിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ മതി, അവിടെ ഫാൻ ഉണ്ടാവും, AC ആണ് എല്ലാം. 99.9% റൂമിലും AC ആണ് ഉണ്ടാവുക. അപ്പൊ അവിടെ ഫാൻ ഇല്ല, ഹുക്സ് വളരെ കുറവാണ് അവിടുത്തെ റൂംസിൽ, ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ ഇവിടെ എവിടെയാ തൂങ്ങിയത്? വക്കീൽ അതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വക്കീൽ ഇന്നലെ എന്റെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇതൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ്. എന്റെ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെയുള്ളൊരു കേസിൽ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ട് ഈ സമയം വരെ 4 വർഷമായിട്ട് ദുബായ് പോയി അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. എവിടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു എന്നായിരുന്നു പൊതുവിലുണ്ടായിരുന്ന വാർത്തകൾ? റൂമിന്റെ അകത്ത് റൂഫില് തൂങ്ങി മരിച്ചു എന്നുള്ളതാണ്, ഒരു ഷോളിൽ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ ആദ്യം തന്നെ ഇതിലൊരു വലിയ, ഞാൻ പറയുന്ന കാര്യം ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കണം. ഒന്ന്, ഈ കേസിൽ ആദ്യം മുതൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. അതായത് പോയിന്റ് നമ്പർ 1, ഈ കേസിൽ റിഫയുടെ ബോഡി നാട്ടിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആൽബം സിംഗർ അയാൾ ഒരു പോസ്റ്റ് ചെയ്യുന്നു, റിഫയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. പോയിന്റ് നമ്പർ 1. അപ്പൊ സ്വാഭാവികമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് നാട്ടിലേക്ക് വന്നു. അപ്പൊ പിന്നെന്താ ചെയ്യാം? ബോഡി മറവ് ചെയ്യാം. അപ്പൊ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട്സ് ഈ പറയുന്നത് പോലെ എയർപോർട്ടിൽ കൊടുക്കും. അത് സ്വീകരിച്ചതിന് ശേഷമാണ് ഈ ഗ്രീൻ ചാനൽ വഴിയാണല്ലോ ഇങ്ങോട്ടേക്ക് അയക്കുക. അപ്പൊ അങ്ങനെ ഈ ഗ്രീൻ ചാനൽ വഴിയാണല്ലോ ഇത് വരിക. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ഫോറൻസിക് ഡോക്യുമെന്റ് കൊടുക്കണം, ഈ പറയുന്നത് പോലെ തന്നെ പോലീസിന്റെ റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ ഇതൊക്കെ കൊടുത്തിട്ടാണ് ഈ ബോഡി ഗ്രീൻ ചാനൽ വഴി കൊടുക്കുക. ഈ ഗ്രീൻ ചാനൽ വഴി ബോഡി പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങൾ നൽകുന്നുണ്ട്. കാരണം ഗ്രീൻ ചാനലിൽ ചെക്കിംഗ് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബോഡി അങ്ങനെയാണ് വന്നത്. അപ്പോൾ അങ്ങനെയാണ് ബോഡി വരാറ്. അപ്പൊ ബോഡി വരുമ്പോൾ അതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇവർക്ക് അറിവില്ലായിരുന്നു ഈ ഫാമിലിക്ക് എന്താന്നുള്ളത്. ബോഡി മറവ് ചെയ്തു. അപ്പൊ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്നുള്ളൊരു ധാരണയിൽ ഇവരൊക്കെ നിൽക്കുക. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, ബോഡി എംബാം ആണ് ചെയ്തത്. എംബാമിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി
എന്ത് ചെയ്യാൻ, അതായത് നാട്ടിലേക്ക് എത്തിയ ഒരു മൃതശരീരം, ആ മൃതശരീരം മോശമാവാതെ ജീർണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എംബാം എന്ന് പറയുന്ന ഒരു പ്രക്രിയ. അപ്പൊ എംബാം ആണ് ഈ ബോഡിക്ക് ചെയ്തിട്ടുള്ളത്, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. ഇപ്പൊ പ്രമുഖ ആ പാട്ടുകാരൻ അയാൾ എന്ത് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറഞ്ഞത്? അന്നത് വലിയൊരു വിവാദമാവുകയും ചെയ്തു. പോയിന്റ് നമ്പർ 2, ഇങ്ങനെ വന്ന ബോഡി പോലീസിന് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ദുബായിൽ പോസ്റ്റ്മോർട്ടം നടക്കാത്തത് കൊണ്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഇതാണ് പോയിന്റ് നമ്പർ 2. ആ ഒറ്റ കാരണത്തിന്റെ പേരിലാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. ഇവിടെ പോലീസിന് കേസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആത്മഹത്യയാണോ എന്നുള്ളത് അന്വേഷിക്കണം. അപ്പൊ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും, ഈ പറയുന്ന ഡോക്യുമെന്റ് ആണ് ദുബായ് ഫോറൻസിക്കിന്റെ ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റിൽ വളരെ ക്ലിയർ ആയിട്ട് ദുബായ് ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നുണ്ട്, തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടു. അതിന്റെ തർജ്ജിമ കോപ്പി ഞാൻ ഇവിടെ വെക്കാം, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തർജ്ജിമ കോപ്പിയാണ്. ഇവിടെ ഈ പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ആത്മഹത്യയാണ് എന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല എന്ന് അവർ പറയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുന്ന കേരള പോലീസ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യും. അങ്ങനെ ബോഡി പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു. ബോഡി പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇപ്പോ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കേണ്ട ഒഫൻസുകളിൽ ഒന്നാണ് ബോഡിക്ക് പുറത്തുള്ള ഫ്രാക്ചർ. ഇപ്പോൾ ഒരാളുടെ ബോഡിക്ക് പുറമേ ഉണ്ടാകുന്ന പരിക്കുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാളുടെ ഭാര്യയെ തല്ലുന്നു, തല്ലിക്കഴിഞ്ഞാൽ ഈ മുഖത്തൊരു ഇങ്ങനെ പച്ച പിടിച്ചതുപോലെയോ അങ്ങനെയെങ്കിലും ഒരു ഫ്രാക്ചർ കാണാം. 2 മാസം കഴിഞ്ഞൊരു ബോഡിയിൽ അങ്ങനെ ഒരു ഫ്രാക്ചർ ഉണ്ടാവില്ല. ഇന്റേണൽ പാർട്സിനുള്ള മുറിവുകൾ മാത്രമേ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ഔട്ട്ഡോറിലെ ബോഡിയിൽ എന്താ പറയുക, തൊലി പോകുമ്പോൾ ആ തൊലിക്ക് മുകളിലുള്ള ഫ്രാക്ചർ ആ തൊലിയോടൊപ്പം പോകും. ഇത് ബേസിക്കായിട്ട് നമുക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു. അപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അവരൊന്നും കണ്ടെത്തിയിട്ടില്ല, അവർ പറഞ്ഞത് ആത്മഹത്യയാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രസക്തിയില്ലേ? പോലീസ് എന്തുകൊണ്ട് ഇതുവരെ ദുബായിൽ പോയി അന്വേഷിച്ചില്ല? പോലീസ് എന്തുകൊണ്ട് ഈ പറയുന്ന ബോഡി എങ്ങനെയാണ് അവിടെ കിടന്നത്, ഏത് രീതിയിലാണ് ബോഡി ഉണ്ടായത്, ഇതിൻ്റെ കറക്റ്റ് മാസറ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യും? റിഫയുടെ സഹോദരനും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. റിഫയുടെ സഹോദരൻ അവിടെയല്ലേ ഉണ്ടായിരുന്നത്? അതെ, അതായത് ഇതിൽ വലിയൊരു ട്വിസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാം. മെഹനാസിലേക്ക് എൻ്റെ അന്വേഷണം പോകുന്നത് അത് ഭയങ്കരമായൊരു കഥയാണ്. കാരണം ഞാൻ ഈ കേസിൽ എവിടെയും മെഹനാസിനെ സംശയിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഭർത്താവാണല്ലോ, അതുകൊണ്ട്. കാരണം ഭർത്താവാണെന്ന് മാത്രമല്ല, അയാളൊരു ന്യൂജനാണ്. നമ്മളൊക്കെ ഏകദേശം സമാന പ്രായത്തിലുള്ള ഒരാളാണ്, നമ്മുടെ ഒരു വൈബിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കൊക്കെ ആ ഒരു പ്രായമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ആ ഒരു വൈകാരികതയിൽ ലൈവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം, അവരുടെ പ്രണയ വിവാഹമാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് തോന്നിയേക്കാന്ന് പറഞ്ഞു. ഞാൻ ആ ടൈപ്പിലാണ് ഇവൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, എടാ റിഫ നിന്റെ അടുത്തേക്ക് അന്ന് രാത്രി എത്ര മണിക്കാ വന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇന്റർവ്യൂലുണ്ട്. അവൻ പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വന്നത് സുമാർ ഒരു 1:45 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1:45. 12 സംതിങ്ങിൽ നിന്ന് ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ റിഫ പതിയെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ കാൽക്കുലേഷനിൽ പതിയെ നടക്കുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിന്റെ അടുത്ത് എത്താൻ ഒരു 10-15 മിനിറ്റ്. ഇപ്പൊ 12:20 നിന്റെ അടുത്ത് എത്തണ്ടേ? അപ്പൊ ഇവനല്ല എന്ന് പറഞ്ഞൊരു തെളിവ് കാണിച്ചു. ആ തെളിവ് ഞാൻ വിശ്വസിച്ചു. കറക്റ്റാവും പറഞ്ഞേ. അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നിട്ടുള്ളത് 1:45. ഞാനിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ ഇവൾ എവിടെ പോയി? ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാ, ഇവൾ ഈ സമയം എവിടെ പോയി? ഇവൻ എൻ്റെ ഇന്റർവ്യൂവിൽ പറയാം. ഞാനാകെ ഡൗട്ട് അടിച്ചു. കാരണം ഈ പറയുന്ന ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ റിപ്പോർട്ട് എടുത്തിട്ടപ്പോൾ അവൾ ആ ടൈമിൽ പോയിട്ടുണ്ട്. അപ്പൊ ഈ 1.5 മണിക്കൂറിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കണം. ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഞാൻ പിന്നീട് റൂമിൽ ചെറിയ വഴക്കുണ്ടായത് അവൻ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഇവള് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഞാൻ ഈ വിവരം സഹോദരൻ റിജുവിനെ വിളിച്ചു പറഞ്ഞു. 3:41 ഞാൻ സഹോദരനെ വിളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സഹോദരൻ അവിടെ എത്തുന്നത്. സഹോദരൻ ആ സമയത്ത് ദുബൈയിലുണ്ട്. അവനൊന്നും അറിവില്ല നിയമപരമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, റിജുവിനെ നീ വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞു. ഞാൻ റിജുവിനോട് ചോദിച്ചു, റിജു നിന്നെ 3:41 വിളിച്ചു. അപ്പൊ റിജു ഫോൺ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ കോഴിക്കോട് പോയിട്ടാണ് നോക്കിയത്.
അപ്പോൾ ഇവൻ നോക്കുമ്പോൾ 3:41 റിജുവിൻ്റെ ഫോണിൽ കോളുണ്ട്. അപ്പോൾ മാനാസ് പറയുന്നത് ശരിയാ. ഞാനാണെങ്കിൽ ആകെ കൺഫ്യൂസ് ആയി. അപ്പോൾ ഇവള് ഈ 1.5 മണിക്കൂർ ഇവിടെ പോയി. അങ്ങനെ ഞാൻ ഇവള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആൾക്കാരെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ CCTV ഫുട്ടേജ് വേണമെന്ന് പറഞ്ഞു. എല്ലാം ശരിയാ, മാനാസ് പറഞ്ഞൊക്കെ ശരിയാ. അങ്ങനെ ഞാൻ ഇങ്ങനെ നിന്നു. പെട്ടെന്ന് നമ്മുടെ ഒക്കെ ഒരു തലയിലൊരു സാധനം എത്തിക്കും. ഞാൻ പറഞ്ഞു റിജുവിനോട് ചോദിച്ചു, നിന്റെ ഈ ടൈം സോൺ UAE ടൈം സോൺ ആണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതേന്ന് പറഞ്ഞു. കാരണം അവൻ ദുബൈയിൽ നിന്ന് വന്നതാ. അപ്പൊ ആ ടൈം സോണിലാണ് അവന്റെ ഫോൺ ഉള്ളത്. ഇപ്പൊ ഓട്ടോ ചേഞ്ച് ആവുമല്ലോ. ഞാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ടൈം സോണിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് ഇന്ത്യൻ ടൈം ഇത് കൺവേർട്ട് ചെയ്തപ്പോൾ ഇവൻ പറഞ്ഞതൊക്കെ കള്ളമാണ്, മാനാസ് പറഞ്ഞതൊക്കെ. കാരണം മാനാസ് എന്നെ UAE ടൈം സോണിലേക്ക് കൺവേർട്ട് ചെയ്ത് എൻ്റെ ഭാര്യ 1.5 മണിക്കൂർ ലേറ്റായി വന്നു എന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. ആക്ച്വലി ആ ടൈം ഇന്ത്യൻ ടൈം, ഇത് ഇന്ത്യൻ ടൈമാണ്. അത് ദുബായ് ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് 12:25 ഇവൾ അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പിന്നെ ആരെയാ സംശയിക്കണ്ടേ? എൻ്റെ ആ ഇന്റർവ്യൂവിലെ ഭാഗമാണ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങളോട് ഞാൻ ഇത് ഇന്ത്യൻ ടൈമാണോ കേൾക്കുമ്പോൾ അങ്ങനെ പറഞ്ഞത് ഇത് ഇന്ത്യൻ ടൈമാണ്. അങ്ങനെയാണ് സംശയിച്ചു തുടങ്ങുന്നത്. അവിടുന്ന് സംശയം തുടങ്ങി. കാരണം എന്തിനാണ് സ്വന്തം ഭാര്യ 1.5 മണിക്കൂർ വൈകി എന്ന് ഒരാൾ പറയുന്നത്? അത് മരിച്ചതിന് ശേഷം ഒരു കള്ളമായി പറയാ, വിശ്വസിപ്പിക്കുക. അപ്പൊ അതിന് പിന്നിൽ അയാൾക്ക് എന്തോ മറച്ചു വെക്കാനുണ്ട്. സോ ഞാൻ പിന്നീട് ഇത് രഹസ്യമാക്കി വെച്ചു. ഞാൻ ഇതൊന്നും പുറത്തു വിടാൻ നിന്നില്ല. ഞാൻ പിന്നീട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. മാനാസിന്റെ നാട്ടിലേക്ക് പോയി. മാനാസിന്റെ ബാക്ക് പഠിച്ചു. എന്താണ് മാനാസ്? അയാളൊരു, എനിക്കറിയാം ഇപ്പം എനിക്കെതിരെ നിയമപരമായിട്ട് അവർ മൂവ് ചെയ്യാണ്. പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. അയാളെ കുട്ടിക്കാലത്ത് അയാൾ 2 ബുള്ളറ്റ് മറച്ച് വിറ്റ, ബുള്ളറ്റ് കട്ടെടുത്ത് വിറ്റ ആളാണ് ഈ മാനാസ്. 2 ബുള്ളറ്റ് അവൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ മതി. ലഹരി കൃത്യമായി യൂസ് ചെയ്യുന്ന ഒരാൾ. എന്നോട് സമ്മതിച്ച എൻ്റെ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. കഞ്ചാവ് അടക്കം അടങ്ങുന്ന മാരക ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ. സഫയുടെ മൊഴി പ്രകാരം ഡബിൾ പേഴ്സണാലിറ്റി, അതായത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പെടുന്നതിനെ നമ്മളെ ഷെമ്മിയായി പോകുന്ന ഒരവസ്ഥ. അത് ബ്രൂട്ടലിയാണ്. ഭയങ്കരമായ അറ്റാക്ക് ചെയ്യുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് രാത്രി റിഫയെ അതിക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയൊരു റിപ്പോർട്ട് പ്രകാരം റിഫയുടെ വയറിലേക്ക് ഇവൻ ആഞ്ഞ് ചവിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പെൺകുട്ടി ദുബായിലേക്ക് പോയത് കറങ്ങാനല്ല, ഹണിമൂണിനല്ല. അവളുടെ മകനെ വീട്ടുകാരെ ഏൽപ്പിച്ച് അവൾ ദുബായിലേക്ക് പോയത് ജോലി ചെയ്യാൻ പോയതാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ജോലി ചെയ്ത് ഈ പറയുന്ന ഇവന് തിന്നാൻ കൊടുത്ത്, ഇവനെയും നോക്കി, ഇവന് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്, പണി കഴിഞ്ഞ് രാത്രിയിൽ റൂമിലെത്തിയതിനു ശേഷം ഇമാതിരി ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഏത് പെണ്ണാ തകർന്നു പോകാത്തത്? എന്തിന് ജീവിക്കുന്നു എന്ന് തോന്നിപ്പോകില്ലേ? സംശയം ഉണ്ടായിരുന്നു മാനാസിന്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ മാനാസിന്റെ ഭാര്യമാർക്ക് മാത്രം എന്താ ഈ അവിഹിതം? മാനാസിന്റെ ഭാര്യമാർക്ക് മാത്രമാണ് ഈ അവിഹിതം. ഇപ്പൊ എനിക്കില്ല ഭാര്യ, അതുപോലെ തന്നെ ഈ ലോകത്ത് എല്ലാവർക്കും ഭാര്യമാരില്ല. ഇവര് വിട്ടുപോകുമ്പോൾ ഈ അവിഹിതം ആരോപിക്കപ്പെടുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, ഇതിലൊരു പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യം, ഇത്രയും ബ്രൂട്ടലി അറ്റാക്ക് ചെയ്യുന്ന ഒരു ഭർത്താവിനോടൊപ്പം ഒരു പെണ്ണ് നിൽക്കും? നിൽക്കില്ല. ഒരു പെണ്ണു ലോകത്ത് നിൽക്കില്ല. ചിലപ്പോൾ നാളെ നന്നാവോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചു നിന്നതാണെങ്കിൽ. പക്ഷെ ആ നന്നാവലിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ദുബായ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മകൻ നാട്ടിലുണ്ട്, ആ മകനെ വീഡിയോ കോൾ ചെയ്ത പെൺകുട്ടിയാണ്. നമ്മുടെ ഒരു മകനെ റിഫയുടെ കുഞ്ഞ് അസാനു എന്ന് പറയുന്നത് റിഫയുടെ ലോകമാണ്. റിഫായ് ദുബൈയിൽ പോയിട്ട് അധ്വാനിച്ച അതിൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും ഒരു ഫണ്ടൊക്കെ ഈ കുഞ്ഞിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുമായിരുന്നു അവൾ. അപ്പം അങ്ങനെയുള്ള റിഫ ഈ പറയുന്ന അസാനുവിനെ അവിടെ നിർത്തിയിട്ട് പെടുന്നതിന് ആത്മഹത്യ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാനിപ്പോഴും. കുടുംബം അത് തന്നെ പറയുന്നത്, സഹോദരനും അത് തന്നെ പറഞ്ഞത്. ലാസ്റ്റ് പോകുന്ന സമയത്ത്, ആ റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് പോലും എനിക്ക് ഭയങ്കര ഹാപ്പിയായി മെസ്സേജ് അയച്ചിരുന്ന ആളാണ്, ധൈര്യമുള്ള ആളാണ്, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് ഇപ്പോഴും കുടുംബം പറയുന്നത്. അതിൽ തന്നെയാണ് താങ്കൾ ഉറച്ചു നിൽക്കുന്നത്? എനിക്കും അങ്ങനെ തന്നെയാണ് ഉറപ്പ്. പക്ഷേ ഈ ഉറപ്പുകൾക്കൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ വേണമെന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന് അടിത്തറ എന്ന് പറയുന്നത് ഊഹാപോഹങ്ങളല്ല, ഡോക്യുമെന്റ്സ് ആണ്. ശാസ്ത്രീയമായിട്ടുള്ള
കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പറയാം, എന്നാലൊരു കേസ് നിൽക്കൂ. നമ്മൾ ഈ ഊഹാപോഹങ്ങൾ നമുക്ക് കോടതി പറയാൻ പറ്റില്ല. കോടതി ചോദിക്കുക ഇതിനെ ഈ വസ്തുതകളാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇത് കേവലം ഒരു ആത്മഹത്യ മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ആത്മഹത്യക്കപ്പുറം തെളിയിക്കാനുള്ള എവിഡൻസ് എൻ്റെ കയ്യിലില്ല. കുടുംബം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അതായത് മരിച്ചു കിടക്കണം ഇപ്പം. ആ സമയത്ത് ഭർത്താവ് മേനാസ് അവിടെ കിടന്ന് വീഡിയോ സ്റ്റോറി ഇടുകയാണ്. അത് കണ്ട് തകർന്നാണ് ഞാൻ റൂമിലേക്ക് തിരിച്ചു പോകുന്നതെന്നായിരുന്നു സഹോദരൻ പറയുന്നുണ്ടായിരുന്നത്. ആ സമയത്തും സ്റ്റോറി ഇടുക എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് എന്തുകൊണ്ടാവും ചർച്ചയാവാതെ പോയതിന്? ഒരു പരിധിവരെ ചർച്ചയാക്കപ്പെട്ടിരുന്നു ഈ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ എങ്കിലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇവരൊക്കെ ഏതോ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവർക്കൊരു കുടുംബമെന്നോ ഒരു ഫാമിലി എന്നോ അങ്ങനെയൊന്നോ ഒരു കോൺസെപ്റ്റോ അങ്ങനെ ഒരു തിയറി ഒന്നും ഇവരെടുത്തില്ല. ഈ മാനാസ് എന്തായിരുന്നു ദുബായിൽ ചെയ്തിരുന്ന ജോലി? ഏതോ ഒരു ഷോപ്പിൽ നിന്നു, പിന്നീട് അവിടെ നിന്ന് പുറത്തായി. ഭയങ്കര പ്രശ്നമാക്കലവൻ. പിന്നെ അമിതമായി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അവരെപ്പോഴും നെഗറ്റീവ് ചിന്തയായിരിക്കും. അവരെല്ലാവരും സംശയിക്കും. നിങ്ങൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ടീംസിനോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പല കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കും. അവർ ഭയങ്കര നെഗറ്റീവാണ്. തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തിനെ പോലും അവർ സംശയിക്കും. അപ്പോൾ ഈ സംശയം എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് തോട്ട്സാണ്. ഈ നെഗറ്റീവ് തോട്ട്സിൽ അവർ ഏറ്റവും പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ അടുത്ത ലിസ്റ്റുകളെയാണ്. ആരാണ്? ഭാര്യ, മക്കള്, സുഹൃത്തുക്കൾ, ഇവരൊക്കെയാണ് ഇതിലേക്ക് അവർ കൊണ്ടുവരിക. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്ന മാരകമായിട്ടുള്ളൊരു വിപത്താണ് ഡ്രഗ്സ്. എപ്പോഴെങ്കിലും കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടോ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായിരുന്ന കാര്യമൊക്കെ? അത് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഒരു പ്രാവശ്യം ഈ സംഭവം നടന്നല്ലേ. നമ്മൾ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാം. റിഫ കേസിന് ഒരു പ്രത്യേകത ഉണ്ട്. ദുബായിലാണ് ഈ കേസ് എടുക്കുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ജൂറി സെക്ഷൻ കേരളമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ജൂറി സെക്ഷൻ എവിടെയാണ്? ജൂറി സെക്ഷൻ എന്ന് പറയുന്നത് ദുബായ് ആണ്. അപ്പോൾ ദുബായ് ജൂറി സെക്ഷനായി നിൽക്കുമ്പോൾ എങ്ങനെ കേരള പോലീസിന് കേസ് എടുക്കാൻ പറ്റും? പറ്റില്ല. പിന്നെ എങ്ങനെ എടുത്തു? കാരണം ഈ മജിസ്ട്രേറ്റ് പോലും കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കേസിലാണ് ഞങ്ങൾ ഈ കേസ് എടുപ്പിക്കുന്നത്. അവിടെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, റിഫയുടെ ഇതിനെന്താ പറയാ, നെര്യാണി എന്നല്ല പറയാ, കാലിന്റെ കുഴ, അങ്ങനെ ഈ സ്ഥലം, ഈ പോയിന്റ് ഞങ്ങളിവിടെ നെര്യാണി എന്ന് പറയുമോ എനിക്കറിയില്ല അതിന്റെ ഈ സ്ഥലത്തേക്ക് ഇവന് സ്റ്റിക്ക് കൊണ്ട് അടിച്ചിരുന്നു റിഫയുടെ. അതിൽ റിഫയ്ക്ക് മാരകമായിട്ടുള്ളൊരു മുറിവുണ്ടായിരുന്നു. ഈ മാരകമായിട്ടുള്ള മുറിവിൽ ഇവൻ്റെ ഒരു ക്രിമിനൽ ബുദ്ധി ശ്രദ്ധിക്കണം. ഇവൻ കൊണ്ടുപോയി കാണിച്ചത് വൈദ്യനെയാണ്. കാരണം അതൊരു റെക്കോർഡിക്കലി അല്ല. അപ്പോൾ ഈ വൈദ്യനെ ഞങ്ങൾ തപ്പി പിടിച്ചു. ആ വൈദ്യൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ കേസിൽ കൊടുപ്പിക്കാൻ ഞങ്ങളുടെ എല്ലാ ഏർപ്പാടും ഞങ്ങൾ ചെയ്യിപ്പിച്ചു. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ഒരു കാര്യത്തെ മുന്നിൽ നിർത്തി ഒരു 498 രജിസ്റ്റർ ചെയ്തു. ഏത് ഗാർഹികപ്പെട്ടത്. ആ 498 നിന്നാണ് നമ്മൾ ഈ 306 കണക്ട് ചെയ്യുന്നത്. എങ്ങനെ? ഗാർഹിക പീഡനം, ഇവിടെ നിന്ന് ആക്രമണങ്ങൾ നേരിട്ട ഒരു പെൺകുട്ടി ദുബായിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു ലിങ്ക് ചെയ്യാൻ പറ്റും പോലീസിന്. അപ്പോൾ പോലീസ് ദുബായി പോയി അന്വേഷിച്ചാൽ മതി. ആ അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നാട്ടിലുള്ള അന്വേഷണം അവർ നടത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ദുബായ് പോയിട്ടില്ല. അവരൊന്ന് ദുബായ് പോവാതെ നമുക്ക് കുറ്റപത്രം കൊടുക്കാം. അപ്പോൾ കോടതി ചോദിക്കില്ലേ, നിങ്ങൾ മഹസർ എടുത്തോ, സംഭവ സ്ഥലം കണ്ടോ എന്ന് കോടതി ചോദിക്കില്ലേ? ഈ മാനാസിന്റെ വക്കീല് ഈ കേസ് അന്വേഷിക്കുന്നത് ഒരു കോമൺ സെൻസ് ചിന്തിച്ചാൽ മാനാസിന്റെ ഒരു അഭിഭാഷകൻ വരാണ് കോടതിയിൽ. ഈ പറയുന്ന റിഫയുടെ കേസ് അന്വേഷിച്ചിരുന്ന പോലീസാണ്, നിങ്ങൾ ഈ പറയുന്ന സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നോ? ഇല്ല, ദുബായ് പോയിട്ടില്ല. ഈ സംഭവത്തിന്റെ റൂമിന്റെ വീതി എത്രയാണ്, വിഡ്ത്ത് എത്രയാണ്, നീളം എത്രയാണ്, റിഫയുടെ ഹൈറ്റ് എത്രയാണ്, ഈ ഹൈറ്റിൽ നിന്ന് കൃത്യം അളവ് എത്രയാണ് റൂഫിലേക്ക്, ആ അളവ് കൃത്യമാക്കുന്ന ഡോക്യുമെന്റ്സ് എന്താണ്, അവിടെ ഒരു ഫോറൻസിക് പരിശോധന നടന്നിട്ടുണ്ടോ, ആ ഫോറൻസിക് റിപ്പോർട്ട് ദുബായ് പോലീസിന്റെ റിപ്പോർട്ട് മാത്രമേ കേരള പോലീസിന് കാണിക്കാൻ പറ്റൂ. എങ്കിലും കേരള പോലീസിന് മറുപടി പറയാം. ദുബായ് പോലീസിന്റെ ഫോറൻസിക് റിപ്പോർട്ട് വെച്ച് മറുപടി പറയാം. പക്ഷെ കേരള പോലീസ് അവിടെ പോയി അന്വേഷിക്കണം, അല്ലാതെ ഈ കേസ് നിൽക്കൂല. അത് ചെയ്യണം എന്നുള്ളതാണ് ഈ 4 വർഷമായിട്ട് നമ്മൾ പറയുന്നത്. അത് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ റിഫയുടെ ഈ സഹോദരൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ജംഷാദ് എന്ന് പറഞ്ഞിട്ടൊരാള്. അതായത് മേനാസ് ഈ മരിച്ച സമയത്തടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ ഒന്ന് സൂചിപ്പിച്ചൊന്ന്, ജംഷാദുമായി ചില പ്രശ്നങ്ങൾ റിഫയ്ക്ക് ഉണ്ടായിരുന്നു.
രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു പരിഹരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഈ ജംഷാദ് അവിടെ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് സഹോദരൻ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം? ഈ ജംഷാദുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ പറയാൻ പറ്റുമോ? ഈ ജംഷാദുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാനൊരു കാര്യം പറയാം. ഒരു ഭാര്യ ഭർത്താവ് ഒരു റൂമിൽ താമസിക്കുക. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ ഭാര്യയെ തോണ്ടുന്നു എന്നുള്ള ഒരു കാര്യം ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു തന്നിരിക്കുക. ഇപ്പോൾ ഭർത്താവ് എന്താ ചെയ്യുക? അവൻ്റെ നമ്മൾ കാൽക്കുലേഷൻ പറഞ്ഞാൽ അവൻ്റെ ചെപ്പ കുറ്റി നോക്കി 2 കൊടുത്ത് പുറത്തു പോടാ, നീ ഇവിടെ വരാൻ പാടില്ല എന്ന് പറയും. ഈ സംഭവം ഉണ്ടായിട്ടും ജംഷാദിനെ ഇവനെ കൂടെ താമസിപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഈ ജംഷാദിന്റെ മൊഴി എന്താണ്? എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് അറിയാം എന്ന് പറഞ്ഞു. ജംഷാദ് പോലീസിന് കൊടുത്തൊരു മൊഴിയുണ്ട്. ആ മൊഴിയിൽ അന്ന് രാത്രി റിഫ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ വലിയ എവിഡൻസ് എന്താ? നമ്മൾ ഒരു റൂമിന്റെ അകത്ത്, ഇപ്പോൾ നമ്മൾ ഇത്ര പേര് റൂമിന്റെ അകത്തുണ്ടെന്ന് വെച്ചോ, ഈ റൂമിന്റെ അകത്ത് ഒരു സംഭവം നടക്കുമ്പോൾ ആ റൂമിന്റെ അകത്തെ പോയിന്റ്സ് എന്താ? പോലീസ് പരിശോധിക്കേണ്ട പോയിന്റ്സ് എന്താ? ബാക്കിയുള്ള ആളുകൾ. റിഫ ആത്മഹത്യ ചെയ്ത ഒരു സംഭവ സ്ഥലത്തെ പോയിന്റ്സ് എന്താ? ജംഷാദ്, മെഹനാസ്, അന്ന് ഞാൻ പുറത്തുവിട്ട ആഷിഖ്. ഈ 3 പേരെ കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ കേസ് കൊണ്ടുപോകാൻ പറ്റും. ഈ 3 പേരെയും കോർഡിനേറ്റ് ചെയ്യുമ്പോൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആള് മാനാസാണ്. മാനാസാണ് ഈ ക്രൈമിന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ജംഷാദ് തോണ്ടി എന്ന് പറയുന്ന കാര്യം എന്തിന് മാനാസ് സഹിച്ചു? അത്ര പുണ്യവാളനാണോ? സഫായുടെ സംസാരം അനുസരിച്ചിട്ട് ഭയങ്കര ടോക്സിക് ആണ്. ഒരാണിനോട് മിണ്ടിക്കഴിഞ്ഞാൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന മാനാസ് ജംഷാദ് തോണ്ടി എന്ന് പറഞ്ഞിട്ടും എന്തിനെ നിശബ്ദനായി നിന്നു? അപ്പൊ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്ന ഒരു കേസ്. ഇത് പരിഹരിക്കേണ്ടത് ഖാദർ കരിപ്പൂടിയോ പബ്ലിക് കേരള എന്ന് പറയുന്ന ഒരു ചെറിയ ഓൺലൈൻ മീഡിയയോ അല്ല. ഇത് പരിഹരിക്കേണ്ടതും ഇത് അന്വേഷിക്കേണ്ടതും ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ്. ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. അവർ ഞാൻ പറയുന്നത് കേട്ടിട്ടല്ല അന്വേഷണം നടത്തേണ്ടത്, അവരന്വേഷിക്കണം. ഇതിന്റെ ഈ പ്രൈമറി ഘട്ടത്തിൽ പോലീസ് എത്തിയിട്ടുള്ള ലേബിളൊക്കെ ഞാൻ എന്ത് പറഞ്ഞു അതാണ്, അതല്ല അവർ ചെയ്യേണ്ടത്. ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല അവർ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞതിനപ്പുറം അന്വേഷിക്കണം. അങ്ങനെയല്ല അവർ ചെയ്യേണ്ടത്. ഇതിപ്പോ നമുക്ക് തെറ്റുപറ്റിയേക്കാം, നമ്മുടെ പോയിന്റ് ചിലപ്പോൾ ശരിയായില്ല എന്ന് വന്നേക്കാം. പക്ഷെ എന്നെ മറികടക്കാൻ ഇതുവരെ അവരുടെ അന്വേഷണത്തിന് സാധിച്ചിട്ടില്ല. അപ്പൊ ഞാനൊരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ മെഹനാസാണ്. അയാളുടെ ടോക്സിക് മെന്റാലിറ്റിയാണ്, അയാളുടെ ഡബിൾ പേഴ്സണാലിറ്റി സിൻഡ്രോം ആണ്. ഇതൊരു രോഗമാണ്. മേനാസിന് ഇന്റർവ്യൂ ചെയ്ത കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ആ ടൈമിൽ നിന്നാണ് എനിക്ക് സംശയം ഉണ്ടാകുന്നത് പറഞ്ഞല്ലോ. അതല്ലാതെ ആ ഇന്റർവ്യൂയിലേക്ക് താങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ മെഹനാസിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്? ഇതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹനാസ്, ഞാൻ ആ ഇൻ്റർവ്യൂക്ക് ശേഷമാണ് മെഹനാസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച ഒരു കേസ് സുഹൈല കേസാണ്. കാരണം അത് FIR ക്ലോസ് ചെയ്യപ്പെട്ട ഒരു കേസാണ്. ആ കേസിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച ഒരു കേസ് റിഫ കേസാണ്. ഇതിൽ ഞാൻ അന്വേഷിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊള്ളയാണ് എന്നെനിക്ക് മനസ്സിലായി ഈ സംഭവത്തിന് ശേഷം. പിന്നീട് ഞാൻ ബാക്ക് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം അന്വേഷിച്ച് പോകുമ്പോൾ കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വലിയൊരു ഡ്രഗ് പെഡ്ലർ അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഡീല് നടത്തുന്ന ഒരാളുമായിട്ട് നിരന്തരം കോണ്ടാക്ട് സൂക്ഷിക്കുന്ന ഒരാൾ, അതിൻ്റെ ചാറ്റ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, അത് ഞാൻ പുറത്തു വിടുന്നില്ല. അപ്പോൾ ആ ചാറ്റ്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രഗ് പെഡ്ലറോട് ഇവൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ സാധനം എത്തിക്കുന്നുണ്ടാ, എനിക്ക് കുറച്ച് സാധനം വേണം. ഈ സാധനം ഉദ്ദേശിക്കുന്നത് കഞ്ചാവാണ്. അപ്പൊ കൃത്യമായി കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന ഒരു വിങ്, അതിൻ്റെ ഒരു കണ്ണിയാണ് മാനാസ്. മനസ്സിലായി? ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് ഞാൻ എത്തുമ്പോൾ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ, ഒരു നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ഒരാൾ, അയാൾ സ്വാഭാവികമായിട്ട് റിഫയെ ഉപദ്രവിക്കുമെന്നും അയാളിൽ നിന്ന് ക്രൂരമായിട്ടുള്ള പീഡനം റിഫ ഇതിനു മുമ്പ് ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും പറയുന്ന കൃത്യമായിട്ടുള്ള പോയിന്റ് എനിക്ക് വിപുലീകരിക്കാൻ പറ്റി. ആ പോയിന്റ് എനിക്ക് ഇയാളിലേക്ക് ഒതുങ്ങാൻ പറ്റി. ഇയാളാണ് ഈ പറയുന്നത്. പിന്നെ ഇയാൾ പറയുന്ന ഒരു പോയിന്റ്, ഒരു ബാച്ച എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. ബാച്ചായിട്ട് മൂന്നാറിൽ ഒരു അവിഹിതം ഉണ്ടായി എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന വ്യക്തി റിഫ നടന്നു വരുന്ന, കാരണം റിഫ 12 മണിക്ക് മുമ്പ് വരെ സന്തോഷവതിയാണ്. അപ്പൊ നമ്മൾ എടുക്കേണ്ട പോയിന്റ് എന്താ? 12 മണിക്ക് ശേഷം റിഫയെ വേട്ടയാടുന്ന എന്തെങ്കിലും ഉണ്ടായോ? റിഫയുടെ ഫോണിലേക്ക് ഏതെങ്കിലും കോളുകൾ വന്നോ? അല്ലെങ്കിൽ റിഫയെ ഈ നടന്നു വരുന്ന സമയത്ത് ആരോപണ വിധേയനായി ഈ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള വ്യക്തിയെ കണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഞാനതും പഠിച്ചു. ഈ സമയം അയാളൊരു ടെക്സ്റ്റൈൽസിൽ
അയാളുടെ സുഹൃത്തിൻ്റെ ഒരു ടെക്സ്റ്റൈൽസിൽ റിഫ നടന്നു വരുന്ന ആ സമയത്തൊക്കെ അയാൾ അവിടെയായിരുന്നു. അതിൻ്റെ CCTV ഫുട്ടേജ് ഞാൻ അന്ന് പുറത്ത് വിട്ടതാണ്. അപ്പോൾ നമ്മളുടെ പോയിന്റ് പിന്നെയും മാനാസിൽ തന്നെ. അപ്പൊ പിന്നെ നമ്മൾ ആ പോയിന്റ് വിപുലീകരിക്കുക. അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ശാസ്ത്രീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ കേവലം ഒരു ഊഹാപോഹങ്ങൾ പോലും കിട്ടാതിരിക്കുമ്പോൾ അയാളെ അല്ലാതെ മറ്റൊരാൾ എൻ്റെ കണ്ണിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. സോ അയാൾ മാത്രമാണ് അവിടെ എനിക്ക് പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അത് തന്നെയാണ് പോലീസും പറയുന്നത്. സഫോ പറഞ്ഞ ഒരു കാര്യം, തങ്ങളുടെ ഇന്റർവ്യൂവിലടക്കം പറയുന്ന ഒരു കാര്യം, എന്നിലൂടെ റിഫയുടെ മരണത്തിന്റെ സത്യം പുറത്തു വരണമെന്നാണ്. അങ്ങനെ പുറത്തു വരുമോ സഫയിലൂടെ? വന്നുവല്ലോ. കാരണം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളത് മെഹനാസ്, സഫ, ഞാൻ റിഫക്ക് അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ പറയാം. ഞാൻ അവളെ അടിച്ചു, ഞാൻ അവളെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞാൽ ഇവളെ കണ്ട വഴി ഓടും, നിൽക്കില്ല അവള്. സഫയോടും അവൻ പറഞ്ഞിരിക്കുക എന്താ, അങ്ങനെ ഒന്നും അല്ല, അങ്ങനെ പറഞ്ഞാൽ ഇവള് നിൽക്കുവോ? ഒരു പെണ്ണും നിൽക്കില്ല, ജീവനം കൊണ്ട് ഓടും. ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചു, എനിക്ക് ഡോൾ പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ സഫയോട് റിഫയുടെ ഉമ്മ കോടതിയിൽ വെച്ചൊരു കാര്യം പറയുന്നു. അപ്പോൾ സഫ അങ്ങനെ ഒരു ഓവർ സ്മാർട്ട് കളിച്ച് ഈ പറയുന്ന ഉമ്മയുടെ അടുത്ത് വന്നിട്ട്, എന്താ ഉമ്മ സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉമ്മ പറയുന്നു, മോളെ നിനക്കെൻ്റെ മോളെ അവസ്ഥ വരും, ആ അവസ്ഥ വരുന്ന സമയത്ത് നീ എൻ്റെ വീട്ടിലേക്ക് വരും, അത് അധികമൊന്നും ഉണ്ടാവില്ല, നിനക്കത് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഉമ്മയുടെ വാക്കാണ് ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇത് സഫക്ക് പോലും നിഷേധിക്കാനാവില്ല ഈ വാക്ക്. ഉമ്മ അന്ന് എന്നെ വിളിച്ച് പറഞ്ഞതാ, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 2023 കഥ ഞാൻ പറഞ്ഞു, 2024 കഥയാണ് പറഞ്ഞത്. അപ്പൊ അത് യാഥാർത്ഥ്യമായി.